الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر إلى الذين يزكون أنفسهم ألم تر إلى الذين يزكون أنفسهم بل الله يزكي من يشاء ولا يظلمون فتيلا ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗാവകാശികളാകുന്ന, അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ അതെങ്ങനെയൊക്കെയാണ് അവൻ്റെ ഭൗതികവും പാരത്രികവുമായ ജീവിതത്തിന് ഗുണം ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. നിരാശയില്ലാതെ സ്ഥൈര്യത്തോടുകൂടി, ധൈര്യത്തോടുകൂടി, സ്ഥിരതയോടുകൂടി ഒരു മനുഷ്യന് ജീവിക്കാൻ അവൻ്റെ മനസ്സിൽ ശരിയായ വിശ്വാസം, ആദർശമൊക്കെ കൃത്യമായി ഉണ്ടായിരിക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില സ്വഭാവങ്ങൾ, ആ സ്വഭാവങ്ങൾ കൊണ്ട് ദുന്യാവിലും പരലോകത്തും നമുക്ക് ചില വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത്തരം സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കാനും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്താനും വളരെ കൃത്യമായി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. കാരണം ഒരു മനുഷ്യൻ്റെ മനസ്സ് നന്നാകുമ്പോഴാണ് അവൻ നന്നാവുക എന്നാണ് നമ്മൾ പഠിച്ചത്. എത്ര നല്ല വില കൂടിയ ജീവിതം നമ്മൾ നയിച്ചാലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത് മോശമാണെങ്കിൽ നമ്മൾ മോശമാവും, ഇവിടെയും മോശമാവും, നാളെ പരലോകത്തും മോശമാവും. പ്രവാചക നിയോഗത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമായി തന്നെ പറഞ്ഞത് ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഉത്തമ സ്വഭാവത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണെന്നാണ്. സ്വഭാവത്തെ നന്നാക്കി ആ സ്വഭാവത്തിലൂടെ മനുഷ്യൻ ഉത്തമനായി തീരേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടത് എന്നാണ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിലെ ഇത്തരം വെച്ചുപൊറുപ്പിക്കാൻ പാടില്ലാത്ത ചില അവസ്ഥകൾ അത് മറ്റുള്ളവരെക്കാളേറെ നമുക്ക് തന്നെയാണ് അറിയാം. കാരണം സ്വഭാവത്തെ പലപ്പോഴും മറ്റുള്ളവർക്ക് മുമ്പിൽ പല കാര്യങ്ങളാൽ നമ്മളൊക്കെ മറച്ചു വെക്കും. ചിലപ്പോഴൊക്കെ മറ പൊട്ടിച്ച് പുറത്ത് ചാടുമ്പോഴാണ് ആളുകൾ അത്ഭുതപ്പെടുക, ഇയാൾ ഇങ്ങനത്തെ ആളായിരുന്നോ എന്ന് അപ്പോഴാണ് തോന്നുക. അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിൻ്റെ അവസ്ഥകൾ എന്തൊക്കെയാണ്, അത് നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മളൊക്കെ പടച്ചോനെ എനിക്ക് നന്നാവണേ 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 ഇന്നെ നന്നാക്കണേ എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കാറില്ലേ? അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞത് ഒരാളെ അള്ളാഹു നന്നാക്കണമെങ്കിൽ അയാൾ സ്വയം നന്നാവാൻ ഒരുങ്ങണമെന്നാണ്. സ്വയം മാറ്റത്തിന് വിധേയമാകുന്നത് വരെ അള്ളാഹു ഒരാളിലും മാറ്റം ഉണ്ടാക്കൂലെന്നാണ്. നമ്മളിങ്ങനെ നന്നാവണമെന്ന് പ്രാർത്ഥിക്കുക, പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സുബൈക്ക് എണീറ്റ് പള്ളിയിൽ പോയി നമ്മൾ ഓട്ടോമാറ്റിക് അത്ഭുതകരമായിട്ടാണ് നന്നാവുക? അങ്ങനെയല്ല ഉണ്ടാവുക. നന്നാവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ആ നന്നാവലിന് അള്ളാഹു നമുക്ക് വഴി ഇങ്ങനെ തുറന്നു തരും, ഓരോന്നായിട്ട്. അങ്ങനെയാണ് നന്നാവുക. അപ്പം നമ്മളിലുള്ള ചില അപകടകരമായ അല്ലെങ്കിൽ ഉണ്ടാവാൻ പാടില്ലാത്ത മാനസികാവസ്ഥകൾ, ആ അവസ്ഥകളെ നമ്മൾ കണ്ടെത്തണം, അതിനെ ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കും. അസൂയ, അതേപോലെ തന്നെ വെറുപ്പ്, വിദ്വേഷം, ദേഷ്യം, ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്ത ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ വിഷയത്തോട് ചേർത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്വഭാവ ദൂഷ്യം എന്ന് പറയുന്നത് ഉജ്ബ് എന്നാണ് അറബിയിൽ അതിന് പറയുന്ന പേര്. ഉജ്ബ്. അജബ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അർത്ഥം അറിയാം. എന്താ അജബ് എന്ന് പറഞ്ഞാൽ? അജബ് എന്ന് പറഞ്ഞാൽ അത്ഭുതം എന്നാണ്. അത്ഭുതം, അജബ്, ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം, അതാണ് യാ അജബ്, അല്ലേ? അത്ഭുതം. അജബൻ ലി അംറിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ കാര്യങ്ങളൊക്കെ അത്ഭുതമാണ് അജബ്. ഉജ്ബ് എന്ന് പറഞ്ഞാലുള്ള അത് സംഗതി അത്ഭുതം തന്നെയാണ്. പക്ഷേ ഈ നേർക്കുനേറുള്ള അത്ഭുതമല്ല, എൻ്റെ ഉള്ളിൽ നിന്ന് എന്നെപ്പറ്റി എനിക്കുണ്ടാകുന്ന അത്ഭുതം. ഓ, ഞാൻ ഭയങ്കര ഉഷാറാട്ടോ, ഇന്നെപ്പോലെ വേറെ ആരുമില്ല, ഇൻ്റെ അത്ര കഴിവാർക്കുള്ളത്, ഇൻ്റെ അത്ര ആർക്കുള്ളത് എന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് എന്നെപ്പറ്റി ഉണ്ടാകുന്ന ഒരത്ഭുതം. നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ പറയാറില്ലേ, ഞാനാരാ മുതൽ, അല്ലേ, ഞാനാരാ ആള്. തമാശക്ക് പറയുന്നതാണെങ്കിലും അത് ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിനെ വികലമാക്കുന്ന, ദുന്യാവിലും പരലോകത്തും ഒരുപാട് നഷ്ടമുണ്ടാക്കുന്ന ഒരു വലിയ അപകടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സലാസുൻ മുഹ്ലിക്കാത്ത്, 3 കാര്യങ്ങൾ അത് ഒരു മനുഷ്യനിൽ ഉണ്ടായാൽ ആ മനുഷ്യൻ നശിച്ചു, അവൻ്റെ ദുന്യാവും പരലോകം പോയി. അങ്ങനെ മനുഷ്യനെ നശിപ്പിക്കുന്ന ആ 3 കാര്യങ്ങൾ, ഒന്നേതാരങ്ങൾ? ഷുഹുൻ മുത്ത എന്ന് പറഞ്ഞാൽ പിശുക്ക്, ഭയങ്കരമായ പിശുക്ക്, ഒന്നും കൊടുക്കാൻ തോന്നൂല. കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച 50 റുപ്യ കേസിലിട്ട് വന്നാലും കൊടുക്കേണ്ട നേരത്തെ പിന്നെ കൊടുക്കാൻ അങ്ങനെ പോകും. പെരീക്കെത്തുമ്പോഴാരെ കൊടുത്തിട്ടില്ല, കൊടുക്കാൻ തോന്നൂല. പിശുക്ക് ഇങ്ങോട്ട് അവൻ പിശുക്കിനെ നിയന്ത്രിക്കല്ല, പിശുക്ക് അവനെ നിയന്ത്രിക്കുക. അവന് കൊടുക്കണമെന്ന് തോന്നിയാൽ പോലും കൊടുക്കാൻ അനുവദിക്കാതെ ആ പിശുക്കിൻ്റെ പിടിയിൽ പെടുന്ന മനുഷ്യൻ, ഇത് അവനെ നശിപ്പിക്കും, ദുന്യാവിൽ നശിപ്പിക്കും, പരലോകത്ത് നശിപ്പിക്കും. രണ്ടാമത്തേത് വഹവൻ മുത്തബ, മനസ്സിൽ എന്ത് തോന്നിയാലും അതം ചെയ്യാം. അതിൻ്റെ ശരി തെറ്റോ, ചെയ്യാൻ പാടുണ്ടോ, അത് ചെയ്താൽ എന്താണ്, അത് തെറ്റല്ലേ, അത് ഹറാമല്ലേ, അങ്ങനെ അത്തരം ചിന്തകളൊന്നും സ്വാധീനിക്കണില്ല. എന്താണോ അവൻ ആഗ്രഹിക്കുന്നത് അതങ്ങോട്ട് ചെയ്യാം. അങ്ങനെ ഒരു മാനസികാവസ്ഥ ഒരു മനുഷ്യന് വന്നാൽ അവൻ നശിച്ചു. മൂന്നാമത്തേത് ഇജാബുൽ മർഇ ബിനഫ്സി, ഒരു മനുഷ്യന് അവനെപ്പറ്റി തന്നെ അവന് അത്ഭുതം തോന്നുക. ഓ, എൻ്റെ കഴിവെത്ര, എൻ്റെയൊക്കെ ബുദ്ധി അത് വേറെ മനുഷ്യന്മാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ എൻ്റെ ഒരു അറിവ്, എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ വീക്ഷണം, ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ് എന്ന് എന്നെക്കുറിച്ച് തന്നെ എനിക്ക് തോന്നുന്ന ഒരു അത്ഭുതം. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, അലം തറ ഇലല്ലദീന യുസക്കൂന അൻഫുസഹും, അവനവനെ തന്നെ പരിശുദ്ധരാക്കുന്ന ചില ആൾക്കാരെ ഈ കണ്ടിട്ടില്ലേ? ഞാൻ ഭയങ്കരാണ്, എൻ്റെ ബുദ്ധി ഭയങ്കരാണ്, എൻ്റെ തീരുമാനം ഭയങ്കരാണ്,
എൻ്റെ കാഴ്ചപ്പാട് ഭയങ്കരമാണ്, എൻ്റെ കർമ്മങ്ങൾ, എൻ്റെ പ്രവർത്തനങ്ങൾ, എൻ്റെ പ്ലാനുകൾ അത് ഭയങ്കരമാണ്, അതിനെ കവച്ചു വെക്കാനോ മറികടക്കാനോ വേറെ ആരുമില്ല എന്ന് അവനവനെ തന്നെ തോന്നുന്ന അങ്ങനെ വീക്ഷണമുള്ള ചില ആൾക്കാരെ നീ കണ്ടിട്ടില്ലേ? അള്ളാഹ് ഖുർആനിൽ ചോദിക്കുക, ബലില്ലാഹു യുസക്കി മൻ യശാ. എന്നാൽ ഒരു കാര്യം മനസ്സിലായിക്കോളി, അള്ളാഹു ഒരു മനുഷ്യനെ സംശുദ്ധനാക്കുമ്പോഴാണ് സത്യത്തിൽ അവൻ സംശുദ്ധനാകുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെപ്പറ്റി എത്ര അളിയാക്ക നല്ല പാട്ടാണ്, ആരാ പറഞ്ഞത്? അളിയാക്ക തന്നെയാ പറഞ്ഞത് എന്ന് പറയുന്ന പോലെ നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ പറയാ, അല്ലെങ്കിൽ നമ്മളെപ്പറ്റി പറയാൻ നമ്മൾ ആളെ ആക്കുക. അതതിൻ്റെ മറ്റൊരു അപകടം. പഴയ കാലത്തൊക്കെ നാട്ടുരാജാക്കന്മാരൊക്കെ അവരുടെ പിന്നാലെ ഈ ഗോത്രത്തലവന്മാർ, നാട്ടിലെ ജന്മിമാരൊക്കെ ഏറാൻ മൂളികളായിട്ട് കുറച്ച് ആൾക്കാരങ്ങനെ കൂടെ കൊണ്ടുനടക്കും. ഓലിങ്ങനെ ഇയാൾ മൂപ്പരാളെന്നറിയോ, മൂപ്പരവിടെ അത് ചെയ്ത് മൂപ്പരാണ്, മൂപ്പരില്ലെങ്കിൽ അവിടെ നാടന്നെ ഉണ്ടാവില്ല, മൂപ്പരെ കൊണ്ട് അതൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് മൂപ്പർക്കും വേണ്ടി പറയാൻ കൂടെ ഇങ്ങനെ ആളെ നിർത്തുക. എന്തായിരുന്നാലും സ്വയം പരിശുദ്ധപ്പെടുത്തുന്ന ആളുകൾ അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ പരിശുദ്ധരല്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ പരിശുദ്ധരാകുന്നത് അള്ളാഹു സ്വഭാവ സവിശേഷതകൾ കൊണ്ടും നന്മകൾ കൊണ്ടും അള്ളാഹു വിശുദ്ധരാക്കുന്ന ആളുകളാണ്. വലായുലമൂന ഫതീല, അവർ ഒരു തരി പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ അതിക്രമത്തിന് വിധേയരാവുകയില്ല. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ വീട്ടിലേക്കാണ് കുട്ടികളെ മുമ്പിൽ ചില ആൾക്കാർ, പാപ്പാർക്ക് അല്ലെങ്കിൽ ഉമ്മാർക്ക് കുട്ടിയേക്കൊന്നൊരു വിവരമില്ല, അതുകൊണ്ട് ഞാനാണ് പറയുന്നത് കേട്ടാൽ മതി, ഞാൻ പറയുന്നത് ചെയ്താൽ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട, ഈ അവിടെ നിൽക്ക്, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അത് ചിലപ്പോൾ വീട്ടിലാവാം, ചിലപ്പോൾ പുറത്താവാം, ചിലപ്പോൾ പ്രസ്ഥാനങ്ങളിലാവാം, ചിലപ്പോൾ സംഘടനകളിലാവാം, അങ്ങനെ എവിടെയാവാം. അവിടെ ഇങ്ങനെ എത്തിപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു തോന്നൽ. ഇപ്പോൾ ഒരു മീറ്റിംഗ് 10 ആൾ കൂടിയിട്ട് ഒരു കാര്യം തീരുമാനിക്കാൻ പോകണം. ആ തീരുമാനിക്കാൻ പോകുമ്പോൾ 2 മാനസികാവസ്ഥയിൽ നമുക്ക് പോകാം. ഒന്നാമത്തെ മാനസികാവസ്ഥ എന്താ അറിയോ? 10 ആൾ കൂടുന്നുണ്ടല്ലോ, 10 ആളുകൾ ഈ വിഷയം ആലോചിക്കട്ടെ, എന്നിട്ട് ആ 10 ആളുടെ ചിന്തയിൽ നിന്ന് ഒരു നല്ല തീരുമാനം പിറക്കട്ടെ, ആ നല്ല തീരുമാന പ്രകാരം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നാഗ്രഹിച്ചു കൊണ്ട് പോകുന്ന ഒരാൾ. രണ്ടാമത്തെ ഒരാൾ എങ്ങനെയൊക്കെ, അയാൾ ഒരു കാര്യം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, അത് നടപ്പാക്കണം, അതെല്ലാവരും അംഗീകരിക്കണം, അതിനെ ആരെ എതിർക്കുന്നോ എതിർക്കുന്നോ ഇല്ലാതെ അവനെ ഇല്ലാതൊക്കെ ചെയ്യാം. എൻ്റെ മനസ്സിൽ എന്താണോ തോന്നിയത് അത് നടക്കണം, അത് നടപ്പാക്കണം, അതാണ് ശരി, മറ്റുള്ളവരുടെ മനസ്സിൽ തോന്നുന്നത് ഒന്നും ശരിയല്ല എന്ന വീക്ഷണവുമായി പോകുന്ന ഒരാൾ. ഈ 2 മാനസികാവസ്ഥയിലും ആളുകൾ ഇതിനെ സമീപിക്കും. ഇതിൻ്റെ അപകടം എന്താ അറിയോ? ഒന്ന്, ഈ ഏറ്റവും നല്ലത് പിറക്കട്ടെ, നല്ല തീരുമാനം ഉണ്ടാവട്ടെ, എൻ്റെ തീരുമാനത്തിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവിനെ മറികടക്കുന്ന മറ്റൊരു തീരുമാനമുണ്ടെങ്കിൽ അത് നടപ്പിലാക്കപ്പെടട്ടെ എന്നാഗ്രഹിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഫ്രഷ് ആയിക്കാറും. അല്ലെങ്കിൽ ഞാനൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ നോക്കും, ആരായനെ എതിർക്കണേ, ആരായനക്കരി പൊന്തിക്കാത്ത, ആരാ അപ്പുറത്തുള്ളത്, അത് നമ്മുടെ മനസ്സിന് ഭയങ്കരമായ അസ്വസ്ഥതയായി കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധത്തിന് വേണ്ടി പോകുക, മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഫസ്റ്റ് യുദ്ധം. ആ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ ഒരു സ്ഥലത്ത് എവിടെയാണ് സൈന്യത്തെ ടെൻ്റ് അടിച്ച് യുദ്ധത്തിന് എവിടെയാണ് കാത്തു നിൽക്കേണ്ടത് എന്നത് അവരിങ്ങനെ റസൂൽ അങ്ങനെ നോക്കി പോവാ. അങ്ങനെ യാത്രയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ റസൂൽ പറഞ്ഞു, നമുക്ക് ഇവിടെ ഇറങ്ങാം. ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ എല്ലാവരും അവരവർക്ക് ആവശ്യമായ ടെൻറ്റുകളെ കെട്ടി, വാഹനങ്ങളൊക്കെ കെട്ടിയിട്ട് ഇവിടെ വിശ്രമിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തോളൂ. അവർ കുറ്റിയടിച്ച് തുണിയൊക്കെ വലിച്ചു കെട്ടി ടെൻറ്റുകൾ ഉണ്ടാക്കി. അതിലേക്ക് കയറാൻ നേരത്ത് ഒരാൾ വന്നിട്ട് പ്രവാചകനോട് ചോദിക്കുക, റസൂലേ, ഇവിടെ ഈ ടെൻ്റ് അടിച്ചത്, ഇവിടെ നമ്മൾ താവളമാക്കിയത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ വല്ല കൽപ്പന പ്രകാരമോ അങ്ങനെ വഹി പ്രകാരമോ ആണോ? അപ്പോൾ റസൂൽ അല്ല, ഇത് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഈ സ്ഥലം ഒന്ന് നല്ലതാണ്, സുരക്ഷിതമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ ടെൻ്റ് അടിക്കാൻ പറഞ്ഞത്. ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, എങ്കിൽ റസൂലേ, ഈ സ്ഥലത്തിന് ഇന്ന അപകടങ്ങളുണ്ട്, ഇന്ന ന്യൂനതകളുണ്ട്, ലേശം കൂടി മുന്നോട്ട് പോയാൽ ഒന്നുകൂടി മികച്ച ഒരു സ്ഥലമുണ്ട്, അതാണെങ്കിൽ ഒന്നുകൂടി നന്നായനെ. പ്രവാചകൻ അവൻ്റെ മുഖത്തേക്ക് തറപ്പിച്ച് നോക്കാം, ഇയാരാ, ഇത് ഞാൻ പറഞ്ഞിട്ട് അടിച്ചതാ, ഇത് ഇനി പറിച്ചൂല എന്ന് വേണമെങ്കിൽ പറയാം. റസൂലുള്ള അവൻ പറഞ്ഞത് കേട്ട് അവൻ ചൂണ്ടിക്കാണിച്ച ന്യൂനതകൾ ആ സ്ഥലത്തിനുണ്ട് എന്ന് പ്രവാചകന് മനസ്സിലായി.
അവൻ ചൂണ്ടിക്കാണിച്ച രണ്ടാമത്തെ സ്ഥലം അവൻ പറഞ്ഞ പോലെ മികച്ചതാണെന്ന് പ്രവാചകന് ബോധ്യപ്പെട്ട് റസൂൽ പറഞ്ഞു പറിക്കും. എല്ലാവരും അടിച്ച കുറ്റിയൊക്കെ പറിക്കി പറഞ്ഞു പറിച്ച് ആ ടെൻ്റൊക്കെ കൂട്ടിക്കെട്ടി ആ ഒട്ടക്കപ്പുറത്ത് കെട്ടി അവർ ആ സ്ഥലത്തേക്ക് പോവുക. പിന്നെ അവിടെ ആ ടെൻ്റ് അടിക്കുന്നത് അല്ലേ? ഇതൊരു ഒരു 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 പൊതുപ്രവർത്തകൻ ഉണ്ടായിരിക്കേണ്ട ഒരു മാനസികാവസ്ഥയാണ്. അത് ചിലപ്പോൾ നമ്മൾ വീട്ടിലാവുമ്പോൾ ഞാൻ പറഞ്ഞാൽ എൻ്റെ കുടുംബം കേൾക്കണ്ടേ, അതിൻ്റെ അടുത്ത് ഇപ്പോൾ എൻ്റെ ഭാര്യൻ്റെ അഭിപ്രായം, മക്കളുടെ അഭിപ്രായം, മരുവൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞാലേ കേൾക്കണ്ടേ? അല്ല, ഏറ്റവും നല്ലത് എന്താണോ അതാണ് നടപ്പിലാക്കപ്പെടേണ്ടത്. ആ നല്ലത് എൻ്റെ ബുദ്ധിയിൽ മാത്രമേ തെളിയൂ, ആ നല്ല ആശയം എൻ്റെ മനസ്സിൽ മാത്രമേ ഉദിക്കൂ എന്ന ചിന്തക്കാണ് ഉജ്ബ് എന്ന് പറയാം. ഞാൻ മറ്റുള്ളവരെ പോലെയല്ല, ഞാൻ അസാധാരണക്കാരനാണ്. ഈ അസാധാരണ ചിന്ത ഒരു മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകുമ്പോൾ നമ്മൾ പറയില്ല അഹം ഭാവം, എൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ഞാൻ തന്നെയാണ് വലുത്, ഞാൻ തന്നെയാണ് മികച്ചത് എന്ന ഭാവം. അതിന് അറബിയിൽ കിബിർ എന്ന് പറയാം. ഈ കിബിർ എന്താണെന്നൊരിക്കൽ പ്രവാചകൻ കിബിറിൻ്റെ വലിപ്പത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു ഇത്തിരി കിബിർ മനസ്സിലുള്ള സ്വർഗത്ത് പോകില്ല എന്ന് പറഞ്ഞപ്പോൾ സഹാബത്തിന് പേടി. അവർക്ക് കിബിർ എന്താണെന്ന് ശരിക്കും ഡെഫിനിഷൻ കിട്ടിയില്ല. അവർ പറഞ്ഞു, റസൂലേ, എൻ്റെ കുപ്പായം നല്ല ഭംഗിയുള്ള കുപ്പായാവണം, എൻ്റെ ചെരുപ്പ് നല്ല ചെരുപ്പാവണം എന്നൊക്കെ ഒരാൾ ആഗ്രഹിച്ചാൽ അത് കിബിറാവുമോ? റസൂൽ പറഞ്ഞു, അതില്ല. അള്ളാഹു സൗന്ദര്യം ഇഷ്ടപ്പെടുന്ന ആളാ. നിങ്ങൾ സുന്ദരന്മാരും സുന്ദരികളുമായി നടക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാഹ് സൗന്ദര്യം ഇഷ്ടപ്പെടുന്ന ആളാ. നമ്മുടെ വസ്ത്രം നന്നാവുന്നത്, നമ്മുടെ ചെരുപ്പ് നന്നാവുന്നതൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിൽ നിന്ന് ആരോ പ്രവാചകനെ കാണാമെന്ന്. അപ്പോൾ റസൂൽ വീടിൻ്റെ ഉള്ളിലെന്തോ ജോലിയിലാണ്. അപ്പോൾ ഈ കാണാൻ വന്ന ആൾക്കാരത്തേക്ക് പോണതിന് മുമ്പ് റസൂൽ കുപ്പായിട്ടിട്ട് അവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളത്തിൽ നോക്കിയിട്ട് തൻ്റെ മുടിയൊക്കെ ഇങ്ങനെ നേരെയാക്കി. കണ്ണാടിയൊന്നുമില്ല, വെള്ളത്തിൽ അതിൻ്റെ പ്രതിബിംബം നോക്കിയിട്ട് മുടി നന്നാക്കിയ. അപ്പോൾ ആയിഷ ചോദിച്ചു, റസൂൽ തമാശയായിട്ട്, റസൂലെ നിങ്ങളാണോ ഇങ്ങനെയൊക്കെ ചെയ്യണത്, നമ്മൾ കളിയാക്കൂലേ? പക്ഷെ റസൂൽ പറഞ്ഞ മറുപടി ഇതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ സുന്ദരനായിരിക്കുക എന്നുള്ളത് അത് അത്ര തെറ്റല്ല. എൻ്റെ വസ്ത്രങ്ങൾ നല്ലതാവണം, എൻ്റെ വാഹനം നല്ലതാവണം, എൻ്റെ വീട് നല്ലതാവണം, അത് തെറ്റല്ല. പക്ഷേ വീടും വസ്ത്രങ്ങളും ഞാനുമൊക്കെ ഒരു മറ്റുള്ളവരെക്കാൾ ഇത്തിരി മേലെയാകുമ്പോൾ ഞാൻ അവരെക്കാൾ മേലെയാണ് എന്ന വിശ്വാസം, കിബിർ. എന്താണ് കിബിർ എന്ന് റസൂൽ പറഞ്ഞു കൊടുക്കുക കേട്ടോ, ശരിക്കും കേട്ടോളി. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു LP സ്കൂളിൽ പോയി അലിഫ് പഠിച്ചിട്ടില്ലാത്ത പ്രവാചകനാണ്. പക്ഷെ ആ പ്രവാചകൻ്റെ വാക്കുകൾ കേൾക്കുമ്പോഴാണ് പ്രവാചകന് കിട്ടിയ വഹീൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുക. എന്താണ് കിബിർ? പ്രവാചകൻ പറയണേ, അൽ കിബിർ ബത്റുൽ ഹഖ് വഗംതുൻ നാസ്. കിബിർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതാ ഉജ്ബിന്റെ വേറൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒന്ന് ബത്റുൽ ഹഖ്, വേറെ ആര് പറയുന്നതും ശരിയല്ല, ആര് പറയുന്നതും ശരിയല്ല. നമ്മൾ പണ്ട് നാടന്മാർ പറയില്ലേ, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പുണ്ട്. മുയലിന് കൊമ്പില്ല എന്ന് പറഞ്ഞാൽ കേൾക്കൂല. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പുണ്ടല്ലോ. അതായത് ഞാൻ പറയുന്നത് മാത്രം ശരി, ബാക്കിയുള്ള ശരികളൊക്കെ നിഷേധിക്കപ്പെടും. അതാണ് ബത്റുൽ ഹഖ്, സത്യത്തിനെ നിഷേധിക്കുക. ഒംതുന്നാസ്, എന്താ ഒംതുന്നാസ് പറഞ്ഞാൽ മറ്റുള്ള ജനങ്ങളൊക്കെ തന്നെക്കാൾ നിസ്സാരന്മാരാണ്, മോശക്കാർ. ഓനെന്തിനാ പറ്റുക, ഓൻ്റെ കാര്യം പറയണ്ട, ഇവൻ 5 പൈസക്ക് പറ്റൂല, ഇവനെ പറ്റി പറയാതെക്കാനല്ലേ. പിന്നെ പാരുള്ളത് ഞാൻ മാത്രം, പ്രസിഡന്റ് ഞാനായിക്കോളാം, വേറെ ആരുമില്ലല്ലോ, ഈ സെക്രട്ടറിനെ നോക്കി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടല്ലോ. അതൊരു ഭയങ്കര മാനസികാവസ്ഥ. ഈ മാനസികാവസ്ഥ കൊണ്ടുണ്ടാകുന്ന ഒരു അപകടം എന്താ പറയുന്നത്? ഒന്ന്, ഈ മാനസികാവസ്ഥയുള്ള ആളുകൾ ഒരിടത്ത് ഉണ്ടാകുമ്പോൾ അവിടെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾക്കും അവിടെ വിലയില്ലാത്ത അവസ്ഥ വരും. പതുക്കെ മറ്റുള്ളവരും എല്ലാം ഒഴിവാകും അല്ലേ? ഒരു 4-5 ട്രാക്കിലൂടെ അങ്ങനെ വീതിയിൽ സുഖമായിട്ട് പോണ ഒരു റോഡ് പെട്ടെന്ന് വീതി കുറഞ്ഞ നമ്മളെ പഴയ കാക്കത്തോട് പാലത്തുമണ് കയറുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ നിൽക്കും. ഒരുപാട് അഭിപ്രായങ്ങൾ പല ഭാഗത്തുനിന്നും മനോഹരമായിട്ട് വന്നിട്ട് പക്ഷെ അത് അവസാനത്തേക്ക് എത്തുമ്പോഴേക്ക് ടക്ക് നിൽക്കും. അത് ഞാൻ തീരുമാനിച്ചോളാം, അത് ഞാൻ പറഞ്ഞോളാം എന്ന് തീരുമാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടമുണ്ട്. അതായത് ആളുകളുടെ കൂട്ടായ്മക്ക് അത് ക്ഷീണമുണ്ടാക്കും. ഇനി ഇത്തരം മാനസികാവസ്ഥയുള്ള ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്. അവർ ഭയങ്കര ടെൻഷൻ അനുഭവിക്കുന്ന, നമ്മളൊക്കെ അനുഭവിക്കലുണ്ട്. എന്താ ടെൻഷൻ എന്നറിയാം? ഒരു കാര്യം ഒരാൾക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല. അത് മോൻ ചെയ്തോളും, അത് ഭാര്യ ചെയ്തോളും, അല്ലെങ്കിൽ അത് ജോലിക്കാർ ചെയ്തോളും, ഒന്നുമില്ല, എല്ലായിടത്തും ഞാൻ വേണം. എൻ്റെ കണ്ണ് തെറ്റിയാൽ, ഞാൻ ഇല്ലാതായാൽ, എൻ്റെ നോട്ടം എത്താതിരുന്നാൽ എന്താ സംഭവിക്കുക? അങ്ങനെ അവർ ജീവിതത്തിൻ്റെ അവസാനം വരെ നിൽക്കാൻ സമയമില്ലാതെ പാടുപെട്ട് ഓടിക്കൊണ്ടേയിരിക്കും. കാരണം മറ്റുള്ളവരെ വിശ്വസിക്കാനോ അവരുടെ കഴിവിനെ അംഗീകരിക്കാനോ അവർക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കാനോ സാധിക്കാത്തൊരു മാനസികാവസ്ഥ വരും.
അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് നൽകുന്ന ചില താക്കീതുകളുണ്ട്. ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സ്വഹാബിയായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയണേ, അൽ ഹലാഖു ഫീ ഇസ്നതൈൻ, രണ്ട് കാര്യങ്ങളിൽ മനുഷ്യന്റെ നാശമുണ്ട്. രണ്ട് കാര്യങ്ങൾ, രണ്ട് മാനസികാവസ്ഥ മനുഷ്യർക്കുണ്ടായാൽ ആ മനുഷ്യൻ നശിക്കും. ഏതൊക്കെ? ഒന്ന് അൽ ഖുനൂത്ത്. എന്താ ഖുനൂത്ത് പറഞ്ഞാൽ? നിരാശ. എനിക്കൊന്നിനും കഴിയില്ല, അത് നിങ്ങൾ ചെയ്തോളി, അത് നിങ്ങൾ പോയിക്കോളി, എനിക്കതിന് കഴിയില്ല, ഇന്നതിനൊന്നും പറ്റൂല, ഞാൻ അതിനൊന്നും ഇല്ല, അത് നിങ്ങൾ ആരെങ്കിലും ചെയ്തോളി. അതായത് അവനവനെ കുറിച്ച് അവനവന് ഒരാത്മവിശ്വാസവുമില്ലാത്ത അപകർഷതാബോധത്തിൻ്റെ അവസ്ഥ ഒരു മനുഷ്യനുണ്ടായാൽ ഓൻ ജീവിതത്തിൽ എവിടെ എത്തൂല. പണവും ബുദ്ധിയും അറിവും കഴിവും എന്തുണ്ടായിക്കോട്ടെ, അവൻ്റെ ജീവിതം എവിടെ എത്തൂല. നിരാശ അവനെ നശിപ്പിക്കും. അതിൻ്റെ നേർ വിപരീതം രണ്ടാമത്തേത് വൽ ഉജ്ബ്, അമിതമായ ആത്മവിശ്വാസം. എനിക്കേ പറ്റൂ, എനിക്കേ കഴിയൂ, ഞാൻ വേണം, ഞാനാണ്, എൻ്റെ തീരുമാനമാണ്, എൻ്റെതാണ് നടക്കാക്കേണ്ടത്, അല്ലേ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാണ്. അതായത് അന്നത്തെ ഖലീഫയായിട്ട് ബൈഅത്ത് ചെയ്യാൻ. അപ്പോൾ ഉമറിന് വലിയ പേടിയുണ്ട്, ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ്. ഉമർ അവരോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളിൽ ഒരാളാണ്, എനിക്ക് നിങ്ങളെക്കാൾ ഒരു വലിപ്പമില്ല, നിങ്ങളെക്കാൾ ഒന്നുമില്ല, നിങ്ങളിൽ ഒരാളാണ്, ആ ഉത്തരവാദിത്തം ഒരാളെ ഏൽപ്പിക്കേണ്ടത് കൊണ്ട് എന്നെ ഏൽപ്പിച്ചതാ. അതുകൊണ്ട് നിങ്ങളുടെ സഹായം എനിക്കുണ്ടാവണം. എങ്ങനെ ഉണ്ടാവണം? എനിക്ക് അബദ്ധങ്ങൾ പറ്റുമ്പോൾ നിങ്ങൾ തിരുത്തണം കേട്ടോ. അപ്പോൾ ഒരാൾ എഴുന്നിട്ട് വാളിങ്ങനെ പൊന്നിട്ട് പറഞ്ഞ്, അബദ്ധം പറ്റിയാൽ ഞങ്ങൾ തിരുത്തിയിരിക്കും. ഉമർ ആരാ? ഉമർ നിങ്ങൾക്കറിയില്ലേ? ഉമറിനെ കുറിച്ച്, ഉമറിൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ലേ? ഉമറിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയില്ലേ? ഉമറിൻ്റെ ധൈര്യം നിങ്ങൾക്കറിയില്ലേ? ആ വാള് പൊന്തിച്ചവൻ പിന്നെ വാൾ ഉയർത്താത്ത വിധം അവനെ താഴ്ത്താൻ ഉമറിനെ അറിയില്ലേ? പക്ഷെ ഉമർ എന്താ പറഞ്ഞറിയോ? അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് സ്തുതി. ഉമറിന് തെറ്റുപറ്റിയാൽ ഉമറിനെ തിരുത്താൻ ഒരാളെ ഉമറിൻ്റെ മുമ്പിൽ എത്തിച്ച അള്ളാഹുവിന് സ്തുതി. എന്താണ് മാനസികാവസ്ഥ അല്ലേ? എൻ്റെ തീരുമാനങ്ങളിൽ തെറ്റുണ്ടായേക്കാം, ഞാനൊരു മനുഷ്യനാണ്. ആ തെറ്റായ തീരുമാനം ഉണ്ടാകുമ്പോൾ ഇപ്പം ഞാൻ രാത്രി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒപ്പമുള്ള ചില ആൾക്കാർ, നിങ്ങൾ പറഞ്ഞ ശരി കേട്ടോ, നിങ്ങൾ ഭയങ്കര ഇപ്പം രാത്രി തന്നെ, ഇപ്പം രാത്രി എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് തന്നെ ധൈര്യം ഉണ്ടാവുള്ളൂ. അങ്ങനെ ചില മനുഷ്യന്മാരെ ഒപ്പം നടന്ന് അവരുടെ വിഡ്ഢിത്തങ്ങളെ പറഞ്ഞ് പൊലിപ്പിച്ച് നശിപ്പിക്കുന്ന ചില കൂട്ടങ്ങളെ നമ്മൾ കാണാറുണ്ട്. അവരല്ല നമുക്ക് വേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിന്നെ മുമ്പിൽ നിർത്തി നിന്റെ മുഖപ്രശംസ നടത്തുന്നവൻ്റെ വായിൽ മണ്ണ് വാരിടണമെന്ന് പറഞ്ഞു. ഇന്നങ്ങനെ ഇരുത്തിയിട്ടേ അത് അങ്ങനെയാണ് മൂപ്പർ, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ആനയാണ്, ചേനയാണ്, അങ്ങനെ പറഞ്ഞ് ആകാശം മുട്ടേ കൊണ്ടുപോകുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെ മുഖത്ത് നോക്കി പ്രശംസ നടത്തുന്നവൻ്റെ വായിൽ മണ്ണ് വാരിടണം, ഇല്ലേ? നമുക്കത് ഇഷ്ടം. പൊതുവേ നമ്മളങ്ങനെ ഇരുത്തിയിട്ട് നാലാളെ ഇതൊന്നും പറയല്ലേ എന്ന് പറയുമ്പോഴും അങ്ങനെ പറയണം നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെ പറയിപ്പിക്കുമ്പോൾ നമുക്കൊരു കുളിര. പക്ഷെ അതുണ്ടാക്കുന്ന അപകടം എന്താ പറയുക? നമ്മുടെ ഉള്ളിൽ ഈ വേണ്ടാത്ത വിഷത്തിനെ വളർത്താൻ അത്തരം വാക്കുകൾക്കാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ മദീനയിലെ കുട്ടികൾ ദഫ് പാട്ട് പാടിയപ്പോൾ അവർ പ്രയോഗിച്ച ഒരു പദപ്രയോഗമുണ്ട്. പ്രവാചകൻ വരുന്ന സന്തോഷത്തിൽ എന്തൊക്കെയാ പറയേണ്ടത് അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ അങ്ങോട്ട് ത്വലഅൽ ബദ്റു അലൈന, പൂർണ്ണചന്ദ്രൻ ഞങ്ങളുടെ നാട്ടിൽ ഉദിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പാട്ടുപാടി പ്രവാചകൻ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റുമ്പോൾ അത് ചില കുട്ടികൾ പാടി, ഇതാ ഞങ്ങളിലേക്കൊരു പ്രവാചകൻ വന്നിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നാളത്തെ കാര്യങ്ങൾ ഇന്നേ അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളിലേക്ക് വന്നിരിക്കുന്നു. അത് കേട്ട റസൂൽ താര പാടിയ ഇതൊക്കെ മോള് പാടല്ലോ, അങ്ങനെ പാടല്ലേ. എന്നെപ്പറ്റി നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഈ രണ്ട് വാക്ക് പറഞ്ഞോളൂ. എന്താണ്? അബ്ദുല്ലാഹി വ റസൂലു, അള്ളാഹുവിൻ്റെ അടിമയും അള്ളാഹുവിൻ്റെ റസൂലുമായ ആൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞോളൂ. അതിനപ്പുറത്തേക്ക് പറയണ്ടെന്ന്, അല്ലേ? തിരുത്തി. എന്തേത്? ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ടുള്ള അമിതമായ ആത്മപ്രശംസ, അത് രണ്ട് കാര്യത്തിനാണ്. ഒന്നുകിൽ പറയുന്നവന് വല്ലതും നേടാണ്ടാവും, അല്ലെങ്കിൽ ഇവനെ നശിപ്പിക്കാണ്ടാവും. നമ്മളൊക്കെ ഓർമ്മയില്ല, പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ചില കൂട്ടോ ഒന്ന് ടീച്ചറെ അടിച്ചിട്ടോ, എന്തായാലും അടിച്ചു, ഭയങ്കര ധൈര്യമാണ്, ആ സാധു ടീച്ചറെ അടിച്ച് ബാക്കി ഓനെ കിട്ടിയപ്പോൾ നമ്മൾ ബാക്കിൽ നിന്ന് കൈയടിച്ച്. അങ്ങനെ ഒന്നുകിൽ ഒരാളെ നശിപ്പിക്കാനേ കാര്യം വർത്താനം, അല്ലെങ്കിൽ ഓൻ്റെയൊക്കെ വല്ലതും നേടാണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം, ആ കുട്ടി മരിച്ചു, നേരം വെളുക്കാൻ കാലത്ത് മരിച്ചു. ആകെ സങ്കടമായി, കാരണം പ്രവാചകൻ അവസാനം ഉണ്ടായ ആൺകുട്ടിയും. അപ്പോൾ ആ കുട്ടി മരിച്ചപ്പോൾ സങ്കടം. അന്ന് രാവിലെ നേരം വെളുത്തപ്പോൾ ആകെ ഒരു ഇരുട്ട്, വെളിച്ചം കാണാനല്ല, ആകെ നേരം വെളുത്തിട്ടും ഒരു ഇരുട്ട്. അതിലിങ്ങനെ ആൾക്കാരിങ്ങനെ അടക്കം പറയാൻ തുടങ്ങി.
റസൂലുള്ളാഹിൻ്റെ കുട്ടിയുടെ മരണത്തിൽ പ്രകൃതി പോലും ദുഃഖിക്കുന്നുണ്ട്. കണ്ടില്ലേ ഒരു ഇരുട്ട്, റസൂലുള്ളാഹിക്കടെ ഇരിക്കാനി ആളുകളത് വിശ്വസിക്കുവേനി. പ്രവാചകൻ്റെ കുട്ടീൻ്റെ മരണം കൊണ്ട് പ്രകൃതി പോലും ഇരുട്ടായി എന്നുള്ളത് പ്രവാചകൻ ഒരു അംഗീകാരമായിട്ട് കാണാനി. പക്ഷെ ഇങ്ങനെ ആളുകൾ പറയുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ഉടനെ റസൂല് മകൻ മരിച്ച ദുഃഖത്തിലും പള്ളിയിലേക്ക് നടക്കുക. എന്നിട്ട് മിമ്പർമ കയറിയിട്ട് എന്താ പറഞ്ഞറിയോ? ജനങ്ങളെ, സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും അള്ളാഹുവിൻ്റെ ആയത്തുകളാ, ദൃഷ്ടാന്തങ്ങളാ. അത് അള്ളാഹ് ഉണ്ടാക്കുന്നതാ. ഒരാളുടെ ജനനം കൊണ്ടോ ഒരാളുടെ മരണം കൊണ്ടോ അത് സംഭവിക്കൂലെന്ന് എന്തിനാ പറഞ്ഞേ അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെ തന്നെ എന്തൊക്കെയോ ആക്കി തീർക്കുന്ന ഈ ഉജുബ്, ഇത് വലിയ അപകടമുണ്ടാക്കും. കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവും. ചില മക്കൾ പറയില്ലേ, ബാപ്പാനോട് ഒന്നും അങ്ങോട്ട് പറയാൻ അയക്കൂല. ബാപ്പ പറയണ അങ്ങനെ അങ്ങോട്ട് കേൾക്കണം. അത് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ പറ്റുമോ കഴിയോ, നമുക്ക് ബാക്കിയുള്ളവരും കൂടി നോക്കണ്ടേ എന്നൊക്കെ പറയുന്ന മക്കളെ കണ്ടില്ല നിങ്ങൾ? തിരിച്ച് ചില വാപ്പാർ പറയും, എന്താ ഉസ്താദെ പറയാ, ഓൻ ഒരു 10 റുപ്യക്ക് വരുമാനമായപ്പോൾ ഓൻ പറയുന്നതാണ് കേൾക്കണം, ബാക്കി ആർക്കും കേൾക്കാൻ പറ്റൂല. ഇത് വീട്ടിൽ, പുറത്ത്, സുഹൃത്തുക്കൾക്കിടയിൽ, പ്രസ്ഥാനം, രാജ്യങ്ങളിൽ പോലും. നമ്മുടെ രാജ്യത്തെ ലോക പോലീസ് ചമയുന്ന ചില രാജ്യങ്ങളുടെ അവരുടെ അഹങ്കാരല്ലേ ഈ ലോകത്തിനെ എപ്പോഴും ഇങ്ങനെ സംഘർഷഭരിതമാക്കണേ. ലോകത്തിലെ ഒരു ജനങ്ങളും സംഘർഷം ആഗ്രഹിക്കുന്നില്ലല്ലോ. ലോകം സംഘർഷഭരിതമായി നിൽക്കുന്നത് ഈ പറയപ്പെട്ട ദുഷിച്ച സ്വഭാവമുള്ള ചില ഭരണാധികാരികൾ ചില രാജ്യത്ത് ഉണ്ടാകുമ്പോഴാണ്. അത് ലോകത്തിനെ മൊത്തത്തിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കുലുക്കിക്കൊണ്ടേയിരിക്കുക. അത് ലോകത്തുണ്ടാകും, അത് പാർട്ടിയിലുണ്ടാവും, അത് പ്രസ്ഥാനത്തിലുണ്ടാവും, അത് വീട്ടിലുണ്ടാവും, കുടുംബത്തിലുണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ അപകടത്തെ മനസ്സിലാക്കി അത്തരമൊരു മാനസികാവസ്ഥ എല്ലാവരിലും ഉണ്ടാവും. അത് ഇന്നാണെന്നല്ല, ഏതെങ്കിലും ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്ക് ചിലപ്പോൾ അതുണ്ടാവും, രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവും, വീട്ടിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവും, എവിടെങ്കിലും ഒന്ന് അത് പ്രകടിപ്പിക്കും. അപ്പം അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതല്ല ശരി. എന്നെപ്പോലെ മനസ്സും ബുദ്ധിയും കഴിവും ചിന്തയും അല്ലാഹു തആല എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അവരിലും അഭിപ്രായങ്ങൾ ഉണ്ടാവാം, നിർദ്ദേശങ്ങൾ ഉണ്ടാവാം, ചിന്തയുണ്ടാവാം, അവിടെയും സ്വതന്ത്രമായ കാഴ്ചപ്പാടുണ്ടാവാം. ഇസ്ലാമിലൊരു നിയമമുണ്ട്, നിങ്ങളൊരു കാര്യം നടപ്പാക്കാൻ ഉദ്ദേശിക്കുമ്പോൾ പ്രവാചകനോട് പറയണേ, ഷൂറ ബൈനഹും, നീ അവർക്കിടയിൽ ഷൂറ നടത്തണം. എന്താ ഷൂറ പറഞ്ഞാൽ? കൂടിയാലോചന നടത്തണം എന്നാ. അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹുവിൻ്റെ വഹ്യ് കിട്ടുന്ന റസൂലാണ്. ആ കൂടിയിരിക്കുന്ന സഹാബത്തിനേക്കാൾ ഒരുപാട് മേലെയാണ് പ്രവാചകന്റെ സ്ഥാനം. പക്ഷേ ആ പ്രവാചകനോട് അള്ളാഹ് പറയാണ്, ഒരു കാര്യം നടപ്പാക്കുമ്പോൾ കൂടിയാലോചനയിലാണ് ബർക്കത്ത് എന്ന് പറഞ്ഞത്. ഞാനൊരു കാര്യം വീട്ടിൽ നിന്ന് തീരുമാനിച്ചു വന്നിട്ട് അതാണ് നടപ്പാക്കാൻ വേണ്ടി കമ്മിറ്റി വിളിക്കണേ, അതിലല്ല ബർക്കത്ത് കൂടിയാലോചനയിലാണെന്നാ. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, ഇനി അഥവാ കൂടിയാലോചനയിൽ നിങ്ങൾ തീരുമാനിച്ച കാര്യത്തിൽ നേട്ടമുണ്ടായാൽ നിങ്ങൾക്ക് സന്തോഷിക്കാലോ. ഞാൻ പറഞ്ഞ തീരുമാനമാണല്ലോ അന്ന് കമ്മിറ്റി എല്ലാവരും പാടെ കൂടി തീരുമാനിച്ചത്, അത് ഹൈറായല്ലോ, സന്തോഷിക്കാം. ഇനി അതിലെന്തെങ്കിലും അപാകത പറ്റിയാലോ എല്ലാവരും പാടെ നമ്മളെ തൂക്കിലേറ്റൂല. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും പാടെ കൂടിങ്ങാണ്ട് അത് ശരിയാന്ന് തീരുമാനിച്ചല്ലേ നടപ്പിലാക്കിയത്, ഞാൻ മാത്രം ഉത്തരവാദി, അതും സമാധാനം അല്ലേ? അപ്പം ഇത് ഈ ഒരു മാനസികാവസ്ഥ ഒരിക്കലും അമിതമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അത് വ്യക്തിയാവട്ടെ, പാർട്ടിയാവട്ടെ, പ്രസ്ഥാനമാവട്ടെ ഉയരാൻ പാടില്ല. നിങ്ങൾ ഈ ഹുനൈൻ യുദ്ധത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലേ? ഹുനൈൻ യുദ്ധം എപ്പോഴാണ് നടക്കുന്നത്? നിങ്ങൾ മുസ്ലിങ്ങൾ ഒരു വലിയ സൈനിക ശക്തിയായി മാറി മക്ക വിജയത്തോടു കൂടി. മദീനയിലും മക്കയിലും മുസ്ലിങ്ങളെ നേരിടാൻ കരുത്തുള്ള ആരുമില്ലാത്ത വിധം മുസ്ലിങ്ങൾ ശക്തിയായിട്ട് വളർന്നതിന് ശേഷം ഹുനൈൻ യുദ്ധം നടക്കുന്നത്. ഹുനൈൻ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ ഭാഗത്ത് 12,000 ആൾക്കാരുണ്ടായിരുന്നു. 12,000 ആൾക്കാർ. മറുപക്ഷത്ത് ശത്രുപക്ഷത്ത് 4,000 ആൾക്കാരുണ്ടായിരുന്നു, വെറും 4,000. ബദറിലും ഉഹദിലുമൊക്കെ മുസ്ലിങ്ങളുടെ 3-4 ഇരട്ടി സൈന്യത്തോട് പൊരുതി ജയിച്ച ആൾക്കാരാണ് മുസ്ലിങ്ങൾ. അവരാണ് 12,000 ആൾക്കാർ പോണത്. ആരോട് യുദ്ധം ചെയ്യാൻ? 4,000 ആൾക്കാരോട്. ഭയങ്കര ആത്മവിശ്വാസം, നമ്മളൊന്ന് ഊതിയ പോകാനല്ലുള്ളൂ എന്ന അഭിപ്രായത്തിലാണ് അവർ പോണത്. പക്ഷേ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ശത്രുക്കളുടെ ഒരു ഒളിപ്പോരിൽ മുസ്ലിങ്ങൾ അങ്ങോട്ട് പിടുത്തം വിട്ടിട്ട് ഓടി. അള്ളാഹ് തന്നെ ഖുർആനിൽ പറഞ്ഞ വാക്കുകൾ, വലഖദ് നസറക്കുമുല്ലാഹു ബി മവാത്തിൻ കസീറ വയൗമ ഹുനൈൻ ഇത് അഅജബതുക്കും, നിങ്ങൾക്ക് നിങ്ങളെന്നെ വലുതായി തോന്നിയപ്പോൾ കസുറത്തുക്കും, നിങ്ങൾ കുറേ ആളുണ്ടല്ലോ, നമ്മളെന്തായാലും തോൽക്കൂല, നമ്മൾ ഭയങ്കരല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നിയപ്പോൾ
ഫലം തുഅനിയൻകും ഷൈആ, ഒരു ഉപകാരം കിട്ടിയില്ല ആ കൂടുതൽ കൊണ്ട്. വല്ലാഖത്ത് അലൈക്കുമുൽ അർളുന, ഭൂമി നിങ്ങൾക്ക് കുടുസ മണ്ടാൻ സ്ഥലമാണ് പറഞ്ഞില്ലേ, ഭൂമി കുടുസായി തോന്നിന ഏതിലാ മണ്ടണ്ടെന്ന് അറിയണില്ല, അങ്ങനെ കിട്ട് പെട്ടുപോയി. 4000 ആൾക്കാരെ മുമ്പിൽ 12000 ഓടിയ ഓട്ടം. ബദറുഹുദൊക്കെ പറയുമ്പോൾ അതുമാത്രം കേട്ട് അഭിമാനിക്കുമ്പോൾ ഇടക്കിടക്ക് ഹുനൈനൊക്കെ ഒന്ന് കേൾക്കണം അല്ലേ. അപ്പോൾ ഒരിക്കലും എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താ വെച്ചാൽ, നമ്മുടെ ബുദ്ധിയുടെയോ പ്രവർത്തനത്തിൻ്റെയോ മികവ് കൊണ്ടല്ല നമ്മൾ ഇവിടേക്ക് എത്തുന്നത്, അത് പടച്ചോൻ്റെ തൗഫീഖാണ്. അത് നമ്മളെക്കാൾ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ഇന്നലെ വായിച്ച് നമ്മുടെ ഒരാളുടെ വരുമാനം, ഒരു ദിവസത്തെ വരുമാനം 8 കോടി ഉറുപ്പ്യ വിചാരിച്ചോളി. എൻ്റെ ഒരു ദിവസത്തെ വരുമാനം 8 കോടിയാണ് വിചാരിച്ചു ഒരു ദിവസം. അങ്ങനെ 1300 കൊല്ലം 1300 കൊല്ലം ഞാൻ ജീവിച്ചാൽ നമ്മുടെ എലോൺ മസ്ക് ഉണ്ടല്ലോ, അയാളെ സ്വത്തിൻ്റെ കൂടെ നമുക്ക് എത്താന്നാ, നമ്മളെ സ്വത്തും അത്രയാവുന്നു. ഒരു ദിവസം 8 കോടി വരുമാനം വേണം, പക്ഷെ എത്ര കാലം ജീവിക്കണം? 1300 കൊല്ലം മരിക്കാതെ എല്ലാ ദിവസവും ഞായറാഴ്ചയും കൂടി ഇല്ലാതെ എന്നും വരുമാനം കിട്ടി ജീവിച്ചാൽ എലോൺ മസ്കിൻ്റെ അത്ര പൈസ ഉണ്ടാവുന്ന. മൂപ്പര് നമ്മോട് ചോദിച്ചല്ലോ, നമ്മളെ ഒരഭിപ്രായം മൂപ്പര് സ്വീകരിച്ചിട്ടില്ല. മൂപ്പര ബിസിനസ്സിലോ മൂപ്പര ഏർപ്പാടിലോ എപ്പോഴെങ്കിലും നമ്മളോട് ചാക്കരെ ഞാൻ ഏർപ്പാടുണ്ട് ഇതൊരു അഭിപ്രായം പറഞ്ഞിട്ട് ഇല്ലല്ലേ, നമ്മളെ കണ്ടിട്ടും കൂടില്ല. മൂപ്പര് അവിടെ എത്തിയില്ലേ? അങ്ങനെ ആരൊക്കെ എവിടേക്ക് എത്തി? അതൊക്കെ ഇപ്പം നമ്മളോട് ചോദിച്ചിട്ടാ, നമ്മളെ ബുദ്ധി ഷെയർ ചെയ്തിട്ടാ, നമ്മൾ പറഞ്ഞിട്ടാ? അല്ലല്ലോ, അത് പടച്ചോൻ കൊടുക്കുക. അള്ള ചില ആൾക്കാർക്ക് പിടിച്ച് പിശുക്കി കൊടുക്കും, ചില ആൾക്കാർക്ക് കണ്ടമാനം കൊടുക്കും. നമുക്കും കിട്ടിയത് അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ 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 എന്ന ഭാവം എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എന്നെ അഹങ്കാരിയാക്കുന്ന, മറ്റുള്ളവരൊക്കെ മോശക്കാരാണ്, ഞാൻ മാത്രമാണ് വലിയവനെന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്ന ആ അഹംബോധമുണ്ടല്ലോ, ഉജ്ബ്, ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ അപകടത്തെപ്പറ്റി നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധയോടുകൂടി നമ്മളൊക്കെ നോക്കുക, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടോ? എൻ്റെ വീട്ടിൽ ഭാര്യയും ഞാനും തമ്മിലുള്ള ജീവിതത്തിൽ, ഞാനും എൻ്റെ മക്കളും തമ്മിലുള്ള ജീവിതത്തിൽ, എൻ്റെ മക്കളും ബാപ്പിയും ഉമ്മയും തമ്മിലുള്ള ജീവിതത്തിൽ, എൻ്റെ പൊതുജീവിതത്തിൽ, എൻ്റെ പൊതുമണ്ഡലത്തിൽ, എൻ്റെ സ്ഥാപനത്തിൽ, ഞാൻ ജോലി ചെയ്യുന്നിടത്ത്, ഞാൻ കൂട്ടുകൂടുന്നിടത്ത് എനിക്കങ്ങനെ ഒരു സ്വഭാവമുണ്ടോ? ഉണ്ടെങ്കിൽ ആ സ്വഭാവം തിരുത്തപ്പെടേണ്ട സ്വഭാവമാണ്. അത് നമ്മളെ മറ്റുള്ളവർക്കിടയിൽ നമ്മൾ ചെറുതായി പോകുമെന്ന് മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളെ അത് അസ്വസ്ഥമാക്കും. ഒരു സമാധാനം തരില്ല, അതിങ്ങനെ നമ്മളെ അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മളെപ്പറ്റി ആലോചിക്കുക. തിരുത്തേണ്ട ഭാഗത്ത് തിരുത്തേണ്ടതുപോലെ തിരുത്തണം. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, തെറ്റ് കണ്ടാൽ തിരുത്തുന്നവനാണ്. അത് തിരുത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം ഗസ്സാലി അദ്ദേഹം പറയുന്നുണ്ട്, വഇല്ലത്തുൽ ഉജ്ബി, ഈ പറയപ്പെട്ട സ്വഭാവം ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ കാരണം എന്താ അറിയോ? ജഹിലാണെന്നാണ്. എന്താ ജഹിൽ പറഞ്ഞാൽ? അറിവില്ലായ്മ. എന്തിനെ പറ്റിയുള്ള അറിവില്ലായ്മ? അവനവനെ പറ്റിയുള്ള അറിവില്ലായ്മ. ഞാൻ എന്തോ ആണ് എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ ശരിക്കും ഇന്നെപ്പറ്റി എനിക്കൊന്നും അറിയില്ല എന്നാ. ഹൽ അതാ അലൽ ഇൻസാൻ ഹീനും മിനദ് ദഹരി ലം യകുൻ ഷൈഅൻ മദ്കൂറ. അല്ലാഹ് നമ്മൾ ചെയ്യുന്നുണ്ട്. പുറത്ത് പറയാൻ പറ്റാത്ത ഒരു സാധനത്തിൽ ഞങ്ങൾ ഉണ്ടായത്, ആ ചിന്ത നിങ്ങൾക്ക് ഉണ്ടോ? നമ്മളാരും രത്നം കുന്നുകൂട്ടിയിട്ട് അത് ഉരുക്കി ഉണ്ടാക്കിയല്ലാണോ? നല്ല വില കൂടിയ നല്ല രത്നങ്ങൾ മരതകങ്ങൾ അത് ഉരുക്കിയിട്ട് അതിനുണ്ടാക്കിയതല്ലല്ലോ നമ്മളെ, ആണോ? അല്ലല്ലോ. ലം യകുൻ ഷൈഅൻ മദ്കൂറ, പറയാൻ പറ്റാത്തൊരു സാധനത്തിൽ നിന്ന്, അങ്ങനെ ഒന്നും ഇല്ലാത്തയിടത്തുനിന്നാ നമ്മൾ ഉണ്ടായത് അല്ലേ? അപ്പൊ അവനവനെ കുറിച്ച് ഞാൻ ആരാണ്? ഈ നീർന്നു നിൽക്കുന്ന ഞാന് ഒന്ന് കറങ്ങി, ഒന്ന് കോടി, ഒന്ന് നിലത്ത് വീണ്, കയ്യൊന്ന് വിറച്ച്, വിരല് മടക്കാനാവാതെ കഴിഞ്ഞില്ലേ? തീർന്നില്ലേ? 2 പ്രാവശ്യം തുപ്പി, അതിൽ ചോര. 3ാമത്തെ തുപ്പല് പരീക്ഷണത്തിന് MVRക്ക്, 4ാമത്തെ ദിവസം മരുന്നിൻ്റെ ഷീറ്റുമായിട്ട് MVRൻ്റെ വരാന്തയിൽ തീർന്നില്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പൊ അവനവനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് അല്ലേ? ജഹ്ലുൽ മർഇ ബിഹഖീഖത്തി നഫ്സി.
വഗഫ്ലത്തു അൻഹുന. തൻ്റെ ഹഖീഖത്ത്, തൻ്റെ യാഥാർത്ഥ്യം, താൻ ആരാണ്, താൻ എന്താണ്, എന്ത് കഴിവപ്പം നമ്മളെടുത്തുള്ളത്, നമ്മൾ ചാടിയ എത്രത്തോളം ചാടാ എന്നതിനെ കുറിച്ച് നമുക്കുള്ള ജഹല്, അറിവില്ലായ്മ, അതാണ് നമ്മളെ ഈ അഹങ്കാരത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ. നോക്കൂ, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം, മാ മിൻ റജുലിൻ യതആലമു ഫീ നഫ്സി വയഖ്താറു ഫീ മിശ്യതി ഇല്ലാ ലഖിയല്ലാഹു വഹുവ അലൈഹി ഗളബാൻ. ഈ സ്വഭാവം, ഞാൻ വലുതാണ്, ഞാൻ തന്നെ വലുത്, ബാക്കി ആരും എൻ്റെ അത്രല്ല എന്നുള്ള സ്വഭാവത്തിൽ ജീവിക്കുകയും അഹങ്കാരത്തോടു കൂടി നടക്കുകയും ചെയ്യുന്ന ഒരാൾ, ഇല്ലാ ലഖിയല്ലാഹു വഹുവ അലൈഹി ഗളബാൻ, പടച്ചോനും അയാളും കണ്ടുമുട്ടുമ്പോഴേ തീ പാറുന്ന കണ്ണുകളുമായിട്ട് ആ പടച്ചോനെ നോക്കുക, ദേഷ്യത്തോടെ, അത്ര വെറുപ്പോടെ. ഗളബാൻ, ഭയങ്കരമായ ദേഷ്യത്തോടു കൂടിയായിരിക്കും അള്ളാഹു. ആ ദിവസം നമ്മളെ അവസ്ഥ എന്താല്ലേ, അരണച്ചരട് പോലും ഇല്ലാതെ, കാലും ഒരു ചെരുപ്പില്ലാതെ, ഒന്നുമില്ലാതെ, ഒരു നൂലില്ലാതെ, വെയിലത്ത് വയർത്ത് 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 ആകെ പേടിച്ച് കണ്ട് പുറത്തേക്ക് തള്ളി നിസ്സഹായതയുടെ പൂർണ്ണ രൂപത്തിൽ പരലോകത്ത് ചെല്ലുമ്പോ കോപിഷ്ഠനായ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന അവസ്ഥകൾ നോക്കണി. എന്തേക്കാണ് അന്നത്തെ അവസ്ഥ അല്ലേ? ഈ സ്വഭാവമുള്ളവരുടെ ഒരവസ്ഥയായി റസൂൽ പറയണം. അതുകൊണ്ട് നമ്മൾ നമ്മളെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയാൽ ഇത് കുറക്കാൻ പറ്റും. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. ഇതാപ്പം നമ്മളെ അവസ്ഥ, ഇതാ നമ്മളെ അവസ്ഥ. എന്താണ്? നാളെപ്പൻ്റെ ജീവിതം, നമുക്ക് വലിയ പ്ലാൻ ഉണ്ടാവും, 5 കൊല്ലം കഴിഞ്ഞിട്ട് അത് വേണം, അടുത്ത 5 കൊല്ലത്തിൽ അത് വലിയ പ്ലാനൊക്കെ ഉണ്ടാവും. പക്ഷെ നാളെ എന്താ നടക്കുക നമുക്കറിയില്ല. നമ്മൾ ഉണ്ടാവോ, അതല്ല ഈ ഇരുത്തം നമ്മളെ മയ്യത്ത് സ്കരിക്കാൻ വേണ്ടി ആൾക്കാർ വന്നിരിക്കണ ഇരുത്താവോ, ഒന്നും നമുക്കറിയില്ല. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. എവിടെ വെച്ചാ മരിക്കുക, എപ്പോഴാ മരിക്കുക, ഏത് വണ്ടിൻ്റെ ചക്രത്തിൻ്റെ ഉള്ളിലേക്കാരം, അല്ലെങ്കിൽ എവിടേക്കാരം ആർക്കറിയാം? ഓരോ ദിവസവും എത്ര മയ്യത്തുകളല്ലേ അങ്ങനെ നാട്ടിൽ കൂടെ കടന്നു പോണ്. അതിലൊരു മയ്യത്ത് നമ്മളതാവാതിരിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടെന്നല്ലല്ലോ അല്ലേ? അപ്പോൾ നമ്മളെക്കുറിച്ച്, നമ്മുടെ നിസ്സഹായതയെക്കുറിച്ച് അല്ലേ, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. ചിലപ്പോഴൊക്കെ നമ്മളെ ഇത്തരം ഒരു ചിന്തയിലേക്ക് കൊണ്ടുപോയി നമ്മുടെ മക്കളും നമ്മുടെ സ്വത്തും നമ്മുടെ തറവാട് കേൾക്കാറും. അതൊക്കെ അല്ല പറയാണ്, അതൊന്നും സ്ഥായിയല്ല, അതൊക്കെ വെറും ഒരു കുമിള പോലെ, എപ്പോഴാ പൊട്ടുകയെന്നറിയില്ല, എപ്പോഴാ ഇല്ലാതാവുമെന്നറിയില്ല. അതൊക്കെ ഒരു പരീക്ഷണത്തിന് വേണ്ടി പടച്ചോൻ തന്നതാ. അതുകൊണ്ട് അതൊക്കെ മറക്കാതെ കൊണ്ടെടുക്കണം. ഒരാളെയും നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്, ഒരാളെയും. അയാളും നമ്മളെപ്പോലെ അള്ള ആദരിച്ച ഒരു വ്യക്തിയാണ്. നോക്ക്, വിശുദ്ധ നമ്മളിപ്പം ഒന്നുണ്ടാക്കുക, കുളിക്കുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രധാനപ്പെട്ട കാര്യമല്ലേ? എത്ര വട്ടം ഒന്നുണ്ടാക്കുക, ഒരു കുളി ഒന്നുവെക്കല്ലേ? ഈ കുളിക്കണം, ഒതു എടുക്കണം എന്ന് അള്ള ഖുർആനിൽ കൽപ്പിക്കുന്നത് ഒരൊറ്റ ആയത്തിൽ, ഒരായത്തിലാണ് കുളിനെക്കുറിച്ചും ഒതുവിനെ കുറിച്ചും പറയുന്നത്. എന്നാൽ 5 ആയത്തുകൾ ഒപ്പം അള്ള പറഞ്ഞൊരായത്തുണ്ട്. ഭാഗം ഏതായാലും അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക. എന്താ പ്രശ്നം? ഒരു കണ്ണുപൊട്ടനായ ഒരാൾ അസമയത്ത് പ്രവാചകനെ വിളിച്ചപ്പോൾ അയാളുടെ വിളി, പ്രവാചകൻ കാര്യപ്പെട്ട ആൾക്കാരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വിളി പ്രവാചകൻ ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടാക്കി. പ്രവാചകൻ്റെ നെറ്റി, എന്ത് അയാൾ ഇങ്ങനെ വിളിക്കണേ? അപ്പിറങ്ങി 5 ആയത്തൊപ്പം എന്താ പറഞ്ഞേ? എന്താ എൻ്റെ മുഖം ഒന്ന് കൂടിയത്? പറ്റിയില്ലേ അയാൾ വന്നത്? എൻ്റെ മുമ്പിലുള്ള ആൾക്കാർ അയാളെക്കാൾ മേലെയെന്ന് എങ്ങനെയപ്പോൾ എനിക്ക് പറയാൻ പറ്റുക? തിരുത്തി, അതൊരു തിരുത്ത. അപ്പം നമ്മൾ എന്ത് വേണം അറിയങ്ങൾ? എല്ലാവരും, മനുഷ്യരായിട്ട് ജനിച്ച എല്ലാവരും അള്ളാഹുവിനാൽ ആദരിക്കപ്പെട്ടവരാ. അവർക്കുണ്ട് കഴിവ്, അവർക്കുണ്ട് യോഗ്യത, അവർക്കുണ്ട് അറിവ്, അവർക്കുണ്ട് പരിചയം. അതൊക്കെ കൂടുമ്പോഴാണ് ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതി ഉണ്ടാവുന്നത്. അതിനപ്പുറത്തേക്ക് ഏകാധിപതിയായി ജീവിച്ചവരൊക്കെ ലോകത്തിനും സമൂഹത്തിനും നാശമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, നഷ്ടമേ. ഫിർഔനും നമ്രൂദും അവരൊക്കെ അങ്ങനെയാണ്. അവരോട് അങ്ങോട്ടൊന്നും പറയണ്ട, അവർ പറയുന്നത് കേട്ടാൽ മതി. ആ അവസ്ഥ അത് ആ വ്യക്തിക്ക് മാത്രമല്ല, ആ വ്യക്തി ഉൾക്കൊള്ളുന്ന സമൂഹത്തിനും അതുണ്ടാക്കുന്ന അപകടകരമായ അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഉജ്ബ് എന്ന് പറയപ്പെടുന്ന ഈ സ്വഭാവ ദൂഷ്യം എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ മനസ്സിലുണ്ട്, എല്ലാവരുടെ മനസ്സിലുണ്ട്.
അത് എവിടെയാണോ പ്രകടിപ്പിക്കാൻ പറ്റുക അവിടെയൊക്കെ നമ്മൾ പ്രകടിപ്പിക്കും. ചിലപ്പോൾ കുട്ടികളും പോളാർന്ന് വലിയ ഞാൻ പറയണ കേട്ടാ പറയാൻ എനിക്ക് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പ്രധാന പരാതി എന്താ പറയുക, വീട്ടിൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമല്ല, അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് വിട്ട് ഇവിടെ ആകുമ്പോൾ സുഖമാണല്ലോ, ഒറ്റക്ക് ജീവിക്കുക, പാതിരാത്രിക്കും പോകാം, ചോദിക്കാനും പറയാനും ആളില്ല, സുഖല്ലേ. എന്താ കാരണം? ഒരു വീട്ടിലും കുടുംബത്തിലൊക്കെ ആകുമ്പോൾ ചോദിക്കണേ എന്തങ്ങനെ ഇങ്ങനെയുണ്ട് എന്താ ചെയ്യേണ്ടത്, എവിടുന്നാണ്. അവരും പറയട്ടെ, ചിലപ്പോൾ നമ്മളെ അഭിപ്രായത്തെക്കാൾ മികച്ച അഭിപ്രായം അവിടെ ഉണ്ടാവും. അതാരെടുത്താണെങ്കിലും അത് പറഞ്ഞോൻ്റെ വലിപ്പോ ഓൻ്റെ യോഗ്യത ഓൻ്റെ ജോലിയോ ഓൻ്റെ വയസ്സോ അതല്ല വിഷയം. പണ്ട് ഉമർ മൗലവി പറയാറുണ്ടായിരുന്നു, ആര് പറഞ്ഞു എന്നുള്ളതല്ല, പറഞ്ഞത് ശരിയാണോ അതാണ് വിഷയം. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ മനസ്സിനെ നമ്മളൊക്കെ ഇങ്ങനെ സെൽഫി എടുക്കലുണ്ടല്ലോ. എങ്ങനെ സെൽഫി എടുക്കൽ? നമ്മുടെ മോറിൻ്റെ ചുരുക്കം നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു സെൽഫി എടുത്ത് നോക്കണ്ടി. ആ സെൽഫിയിൽ ഇങ്ങനെ നോക്കണ്ടി, അതിലെവിടെയാണ് കോടിയത് എവിടെയാണ് കറുത്തത് ഒക്കെ ഉണ്ടെങ്കിൽ ആ സെൽഫി എടുത്തിട്ട് നമ്മൾ അതൊന്ന് നന്നാക്കണം. കാരണം അള്ളാഹ് നമ്മളെ മോറിൻ്റെ ചൊറുക്കോ നമ്മളിട്ട പുട്ടിൻ്റെ ചൊറുക്കോ പൗഡറോ നമ്മൾ കറുപ്പിച്ചതോ വെളുപ്പിച്ചതോ ഇതെല്ലാം പഠിച്ചോ നോക്കുക. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. നിങ്ങളെ ശരീരത്തിക്കോ രൂപത്തിക്കോ നിങ്ങളെ കുപ്പായ ലൂയി ഫിലിപ്പാണോ നിങ്ങളെ ചെരുപ്പ് ഉടലാൻ ഇതൊന്നല്ല പഠിച്ചോ നോക്കുക. വലാക്കി യൻദുറുല്ലാഹു ഇലാ ഖുലൂബിക്കും. അതിങ്ങനെ വേസ്റ്റ് ബോക്സ് മാർക്ക് നാറി കിടക്കുകയാണെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നന്നാക്കണ്ടേ, പുറത്ത് നന്നാക്കുന്നേക്കാളേറെ അവിടെ നന്നാക്കണ്ടേ, ഹൃദയം നന്നാക്കുക. പ്രാർത്ഥിച്ചോണ്ടി എപ്പോഴും റസൂലുള്ളാഹി പഠിപ്പിച്ച്, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ. പഠിച്ചോനെ എൻ്റെ മനസ്സിന് നീ തഖ്വ തരണ്ടേ. വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ. പഠിച്ചോനെ എൻ്റെ മനസ്സിനെ നീ ശുദ്ധീകരിക്കണം കേട്ടോ. മനസ്സിനെ ശുദ്ധീകരിക്കുന്നവൻ നീയാട്ടോ. അൻത വലിയുഹ വമൗലാഹ. എൻ്റെ മനസ്സിൻ്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം അതിൻ്റെ രക്ഷാധികാരി റബ്ബൻ നിനക്കാട്ടോ. അതുകൊണ്ട് പഠിച്ചോനെ എൻ്റെ മനസ്സിലെ വേണ്ടാത്തരങ്ങൾ എൻ്റെ മനസ്സിലെ മോശത്തരങ്ങൾ റബ്ബെ ശുദ്ധിയാക്കണം കേട്ടോ എന്ന് പ്രാർത്ഥിക്കാൻ മറക്കണ്ട. അല്ലാഹു തആല നല്ല മനസ്സിൻ്റെ ഉടമകളാവാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ.